government is doing a lot of initiatives to favor the growth of this logistics industry. Hi and welcome to another episode of Expert Talk. ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇൻഡസ്ട്രിയുടെ പുറത്ത് നിന്നൊരാൾ സംസാരിക്കുന്നതും ഇൻഡസ്ട്രിയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നതും തമ്മിൽ there's a huge difference. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആള് she has a first hand experience in the industry. She is a supply chain and logistics specialist. She has over 25 plus years of experience in international logistics, and also she has extended her services as a teaching professional as well. So today we have with us Miss Mini Elizabeth Eappen. Thank you so much, ma'am, for coming here and welcome to the show. Thank you. Okay, ma'am, almost 25 plus years of experience on the logistics industry. Appo the first question that I want to ask you. ഇപ്പോൾ കറൻ്റ്ലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ജോബ് പോർട്ടൽ ലൈക്ക് ഇൻഡീഡ്, നോക്കറി എന്തെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് എപ്പോഴും കാണാം ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ്, ഡോക്യുമെൻറ്റേഷൻ, സെയിൽസ് അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ്. എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ടൈമിൽ അങ്ങനെ ഒരു ബൂം വന്നേക്കുന്നത്? ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇറക്കേണ്ടത് ഇതൊരു കണക്ടിവിറ്റിയാണ്. ഹോൾ വേൾഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ. ഇന്ന് ലോകം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങി, വളരെ ചെറുതായിട്ട് ഒരു ഇതാണ്. ഏത് സാധനം ഒരു സ്ഥലത്തുണ്ടെങ്കിലും അതിനെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ലഭ്യമാക്കാൻ വളരെ ഈസിയാണ്. സോ ദാറ്റ് മീൻസ് ദ കണക്ടിവിറ്റി വളരെയധികം വർദ്ധിച്ചു ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറും ഒക്കെ വളരെയധികം മാറി. അവർക്കൊരു കസ്റ്റമൈസ്ഡ് അപ്രോച്ചാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് കൊടുക്കാനുള്ളൊരു ഫെസിലിറ്റി വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ. ആ ഒരു സാഹചര്യം നോക്കി ലോകമെമ്പാടും എവ്രിബഡി ഈസ് ഇൻ ടു ഫോക്കസിങ് ഹൗ ടു കീപ് ദ കസ്റ്റമർ ഹാപ്പി വിത്ത് ലോട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടു ഗിവ് ദം കസ്റ്റമൈസ്ഡ് അപ്രോച്ച്. ഇതുകൊണ്ട് തന്നെയാണ് ഗ്ലോബലി ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെയധികം വളരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ വളരാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മാസ്റ്റർ പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. PMൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് ഗതി ശക്തി എന്നും പറഞ്ഞ്. അത് ഒക്ടോബർ 2021 സ്റ്റാർട്ട് ചെയ്ത ഒരു മാസ്റ്റർ പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ Momentum means what? Momentum is to increase the consistent speed of growth of our trade. ആ ഒരു ഇത് മാസ്റ്റർ പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് ലോട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഈ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. അത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന് ഇന്ത്യ ഒരു അഗ്രികൾച്ചറൽ കൺട്രിയാണ്. സോ വി ഹാവ് സോ മച്ച് ഓഫ് പ്രൊഡ്യൂസ് വിച്ച് നീഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്. ഈ സ്റ്റോറേജ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ വെയർ ഹൗസിങ് ഫെസിലിറ്റീസ് വേണം, ഇതിനെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് വേണം. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ലോട്ട് ഓഫ് ജോഗ്രാഫിക്കൽ സ്പ്ലിറ്റ്സ്. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ദ നോർത്ത് ഈസ്റ്റ്, ഇറ്റ്സ് എ ഹില്ലി ഏരിയ. ഇഫ് യു ലുക്ക് അറ്റ് ദ വെസ്റ്റ് രാജസ്ഥാൻ, ഇറ്റ്സ് എ ഡെസേർട്ട് ഏരിയ. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഇന്ന് ഗവൺമെൻറ് ഇസ് ഫോക്കസിങ് ലോട്ട് ഓൺ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ഏതെങ്കിലും ആവട്ടെ, റോ മെറ്റീരിയൽ ആയിരിക്കാം അല്ലെങ്കിൽ ഫിനിഷ് പ്രൊഡ്യൂസ് ആയിരിക്കാം. ആ ഫിനിഷ് പ്രോഡക്റ്റിനും റോ മെറ്റീരിയലിനും രണ്ടിനും ഈക്വലി വെയർ ഹൗസിങ് ഫെസിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗവൺമെൻറ് ആ വെയർ ഹൗസിങ് ഫെസിലിറ്റീസിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദേ ആർ കമ്മിങ് അപ്പ് വിത്ത് ലോട്ട് ഓഫ് PPP പ്രോജക്ട്സ് വിച്ച് ഇസ് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഇതിൽ തന്നെ കുറേ പ്രോജക്റ്റുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ലോജിസ്റ്റിക്സ് പോളിസികൾ, നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി എന്ന് പറഞ്ഞ് അതിനും അമെൻമെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗവൺമെൻറ് ഇസ് ഡൂയിങ് ലോട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടു ഫേവർ ദ ഗ്രോത്ത് ഓഫ് ദിസ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി സോ ദാറ്റ് ഇറ്റ് ബിൽഡ്സ് അപ്പ് ദ കണക്ടിവിറ്റി. അപ്പോൾ ഈ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് കമ്പനീസ് ആർ കമ്മിങ് ഇൻ ടു ഇൻവെസ്റ്റിംഗ് ഇൻ ടു ദ ബിസിനസ് ഓഫ് ലോജിസ്റ്റിക്സ്. ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ് നമ്മൾ കുറേ വേക്കൻസീസ് ലൈക്ക് യു ജസ്റ്റ് നൗ സെഡ് ഒരുപാട് വേക്കൻസീസ് വരാനുള്ള കാരണം അതാണ്. ദേ ആർ സെറ്റിംഗ് അപ്പ് ദ ന്യൂ കമ്പനീസ്. സോ ദർ ഇസ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. മോർ ഓവർ ടു ബിൽഡ് അപ്പ് എ നെറ്റ്വർക്ക് ദർ നീഡ്സ് ടു ബി correct connectivity between the transport of modes. Like if you have a mode of transport which is cargo coming on water,
immediately we should have the infrastructure to move it to the next mode of connectivity, which could be a rail or which could be a road. So government is also focusing many things to develop these infrastructures, which is road, rail, waterways, all that. അപ്പോൾ അതും വീണ്ടും ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ഒരു ജനറേഷന് ഇങ്ങനെയുള്ള വേക്കൻസി വളരെയധികം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഇഫ് യു ആസ്ക് മീ, ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഗെറ്റ് ഇൻ ടു ലോജിസ്റ്റിക്സ് ആൻഡ് ഗ്രോ യുവർ കരിയർ. ഓക്കെ, അപ്പം മാം ഇപ്പോൾ പറഞ്ഞു, ഇപ്പം ഒരു ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രൊഡക്റ്റിനെ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഈ ഒരു കംപ്ലീറ്റ് ആ ഒരു ചെയിനിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓരോരോ ഓപ്പർച്യൂണിറ്റീസിലാണ് നമുക്ക് എല്ലാവർക്കും ജോബ്സ് കിട്ടുന്നത്. സോ കമ്മിങ് ടു മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ്, ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് സ്ട്രിക്ട്ലി ലോജിസ്റ്റിക്സ് ബേസ്ഡ് കമ്പനീസിൽ മാത്രമാണോ? ലൈക്ക് ഫ്രൈറ്റ് ഫോർവേഡിങ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ലൈൻസ് പോലുള്ള സ്ട്രിക്ട്ലി അങ്ങനെ ലോജിസ്റ്റിക്സ് മാത്രം ഡീൽ ചെയ്യുന്ന കമ്പനീസിലാണോ, അതോ അതർ ഏരിയാസ്, അതർ ഫീൽഡ്സിലും ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുമോ? ലൈക്ക് യു സെഡ്, ഇതൊരു ചെയിൻ ഓഫ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ വി ഓൾവേസ് കോൾ ദിസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ കണക്റ്റിംഗ് വൺ എൻറ്റിറ്റി ടു അനദർ ത്രൂ ലോജിസ്റ്റിക്സ്. ഓക്കെ, സോ when does it start? Today it's the time of 5PL, 6PL and all coming in. Lot of changes are coming in. So you are supposed to connect from the beginning of raw material, if you ask me, from the farmer to the folk. അപ്പോൾ ആ ഫാമറിൻ്റെ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് ലോജിസ്റ്റിക്സിൻ്റെ റിക്വയർമെൻറ്റ് വരികയാണ് ആ ചെയിനിനെ കണക്ട് ചെയ്യാൻ. അയാൾക്ക് പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യണം, അപ്പോൾ വെയർ ഹൗസിങ് വേണം, അതിനെ കൊണ്ടുവരാൻ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം. ഇപ്പം നമ്മൾ എപ്പോഴും കാർഗോയും കാര്യങ്ങളും പറയുമ്പോൾ എൻറ്റിറ്റീസ് മാത്രമല്ല, ഈ എൻറ്റിറ്റി ഷുഡ് പ്രൊവൈഡ് ദ ഫെസിലിറ്റി ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ ദ ടൈപ്പ് ഓഫ് കാർഗോ. ഇപ്പം നമ്മൾ കൊണ്ടുവരുന്ന കാർഗോ ഒരു വെജിറ്റബിൾ ആണെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു ചില്ലിങ് ഫെസിലിറ്റി ഉള്ള ഒരു വെയർ ഹൗസാണ് റിക്വയർമെൻറ്റ്. അപ്പോൾ പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ് ഓൾസോ ദീസ് എൻറ്റിറ്റീസ് ചേഞ്ച്. വെയർഹൗസിങ് ഫെസിലിറ്റി ആയാലും ശരി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയാലും ശരി, അത്. അപ്പോൾ ഫാർമ മൂവ് ചെയ്യുന്ന പോലെയല്ല വെജിറ്റബിൾസിൻ്റെ ടെമ്പറേച്ചർ വേണ്ടത്. അപ്പോൾ ഓരോ സാധനത്തിനും അതിൻ്റേതായ രീതിയിൽ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നത്. ലൈക്ക് വി ബിഗാൻ എ കോൺവെർസേഷൻ വിത്ത് സെയിങ്, എങ്ങനെയാണോ കസ്റ്റമൈസ് ചെയ്തിട്ട് ആ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ്, എൻഡ് പ്രോഡക്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ എൻറ്റയർ ചെയിനിൽ പല ടൈപ്പിലെ എൻറ്റിറ്റീസ്, പല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഇൻ ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ ഇൻഡസ്ട്രിയിലും ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇസ് കമ്മിങ് അപ്പ്. ലൈക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഉണ്ടാവും, ആ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് ലോജിസ്റ്റിക്സ് മാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ടേൺ അറൗണ്ട് ടൈം നന്നാക്കി എഫിഷ്യൻ്റ് ആക്കി കൊടുത്താൽ മാത്രമേ എൻഡിൽ കറക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഫോക്ക് എന്ന് പറയുന്ന ആ റീറ്റെയിൽ മാർക്കറ്റിൽ അവസാനം കയ്യിൽ എടുക്കുന്നത് വരെയുള്ള എല്ലാ ലിറ്റിൽ ബൈ ലിറ്റിൽ പ്ലാനിങ് ഹാസ് ടു ബി ഡൺ ബൈ ലോജിസ്റ്റിക്സ്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് പ്ലാൻ എന്ന് പറയുന്നത് തന്നെ ഇന്ന് കണക്റ്റിംഗ് നോട്ട് ഓൺലി ദി ലോജിസ്റ്റിക്സ് എൻറ്റിറ്റീസ്, ഇറ്റ് ഓൾസോ കണക്റ്റിംഗ് ദി അതേഴ്സ് ഹു ആർ വർക്കിംഗ് അലോങ് വിത്ത് ദിസ് ഇൻഡസ്ട്രി. ഓക്കെ മാം, ആസ് യു സെഡ് നൗ, ഈ പെർട്ടിക്കുലർ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന കമ്പനീസിൽ മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ്, ലോഡ് ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ ലോഡ് ഓഫ് ഫീൽഡ്സ് ഹാവ് ലോജിസ്റ്റിക്സ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, കുട്ടികൾ ഒന്നെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി അബ്രോഡ് പോയി എന്തെങ്കിലും ഡിഗ്രി ചെയ്യും, അവിടെ ജോലി ചെയ്യും, അവിടെ സെറ്റിലാവും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഷോർട്ട് ടേം കോഴ്സസ് ചെയ്തിട്ട് ദേ വിൽ ഗെറ്റ് എ 1 year എക്സ്പീരിയൻസ് ഫ്രം ഇന്ത്യ ആൻഡ് ദെൻ ദേ വിൽ പ്ലാൻ ടു മൂവ് അബ്രോഡ്. UAE കൺട്രീസിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ അങ്ങനെ പോകുന്ന കുട്ടികളാണ്. ഇപ്പോൾ കറണ്ട് ട്രെൻഡ് അതാണ്. വാട്ട് ഡു യു തിങ്ക് ആഫ്റ്റർ 5 years, 5 വർഷത്തിന് ശേഷവും ട്രെൻഡ് അത് തന്നെ ആയിരിക്കുമോ, അതോ നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസും ആ ഒരു സാലറി സ്കെയിലുള്ള ഒരു വ്യത്യാസവും ഉണ്ടാവുമോ ലോജിസ്റ്റിക്സ് സെക്ടറിൽ? ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ ആകാൻ കാര്യം നമ്മളുടെ ഈ ഗ്രോത്തിനെ ഇത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഇപ്പം നടക്കുന്നത് ഇറ്റ്സ് ഇൻ ദ ബിൽഡിംഗ് അപ്പ് സ്റ്റേജ്, ജസ്റ്റ് ഇൻഫൻസി കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ. ആർ വി ഇൻ പാർ വിത്ത് ദ സാലറി സ്കെയിൽ ഇൻ എ ഫോറിൻ കൺട്രി? ദാറ്റ് വി കൻ നെവർ മാപ്പ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആർ ഇക്കണോമി, ഹൗ വി ആർ വർക്കിംഗ് വിത്ത് ദി എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളും. അതാണല്ലോ കുട്ടികൾ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ ഹിയർ ദ ഗ്രോത്ത് വിൽ ബി കൺസിസ്റ്റൻറ്റ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ബിക്കോസ് എല്ലാ രീതിയിലും അവർ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ തന്നെ ട്രേഡ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ദർ ക്യാൻ ബി ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ദർ ആർ ഓൾസോ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നൗ ഹൗ ഡു വി കമ്പയർ ദാറ്റ് വിത്ത് ഇൻ പാർ വിത്ത് യൂറോപ്യൻ കൺട്രി? ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട്, യൂറോ ആൻഡ് ഇന്ത്യൻ റുപ്പീ is very different, right?
So, but the trend, if a candidate wants to stay back in India, there is opportunity. There is growth for his career. There is no doubt about that. That can be in different levels. From the down level till the highest level, there is vacancies coming up. So, how do we think about our career also matters, and how do we gear up to fit into this career opportunities also is one thing that we need to take care. So just like you said, after a +2 you want to get a job, you will get in those levels. But if you are a graduate, you are a postgraduate with a master's degree in business administration, then your levels are different. So it's up to us how we plan our career, how we take up the opportunities and grow during our career. So it is clearly dependent on the candidate how he would like to plan the career. Okay, so starting from just where you ended, മാം ഇപ്പോൾ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ലോജിസ്റ്റിക്സിന് ഒരു ഡിപ്ലോമ എടുത്ത് പോകുന്ന കുട്ടിക്ക് വേറൊരു കരിയർ ആയിരിക്കും. ആ ഒരു സ്കെയിൽ ആയിരിക്കത്തില്ല ഇഫ് ദ കാൻഡിഡേറ്റ് ഹാസ് എ ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഇൻ ഹാൻഡ്. വാട്ട് എക്സാക്ട്ലി ഇസ് ദ ഡിഫറൻസ്? എന്തൊക്കെ ഏരിയാസ് അല്ലെങ്കിൽ എന്തൊക്കെ സെക്ടേഴ്സിൽ ആ ഒരു ഡിഫറൻസ് വരും? Today, if you ask me, a +2 candidate will not be able to enhance himself towards the levels of thinking of a graduate. So if you can very well take a graduate, along with that do a logistics course with the graduation, that would be the plus thing, because you're walking into an organization which is looking for a graduate who has that level of thinking, who can correctly frame emails, who can correctly communicate to his team members, then that has an added advantage, right? So graduation must be must. No, we can't say that. There are also jobs which is available for a +2 candidate, but if you are a graduate, it's an added advantage which will help him to grow his career. So a logistics program along with the graduation, I think that would be a topping on the cake. Yeah. മാം, വി സ്പോക്ക് അബൌട്ട് വൺ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്. അതായത് ഇവിടെ പഠിച്ച് നാട്ടിൽ തന്നെ നിൽക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ അപ്കമിങ് ഡെവലപ്മെന്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വാട്ട് ഇഫ് ദ കാൻഡിഡേറ്റ് വാണ്ട്സ് ആക്ച്വലി ടു മൂവ് അബ്രോഡ്? അതായത് ഇവിടെ വർക്ക് ചെയ്തിട്ട് പുറത്ത് എവിടെയെങ്കിലും UAE പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ വാട്ട് ഇസ് ദി ഇന്റർനാഷണൽ ആ കിട്ടുന്ന എക്സ്പോഷർ, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്? ഇവിടെ കിട്ടുന്നതും പുറത്ത് കിട്ടുന്നതിൻ്റെ എക്സ്പോഷർ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ? No, if you ask me, in logistics എക്സ്പോഷറിൽ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഇല്ല. കാരണം ഇന്നിപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്ന വെയർ ഹൗസ് ഫെസിലിറ്റി ആയാലും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇറ്റ് ഇസ് ഇൻ പാർ വിത്ത് ദി ഇന്റർനാഷണൽ ലെവൽസ്. സോ ദർ ഇസ് നോട്ട് മച്ച് ഇന്റർനാഷണൽ എക്സ്പോഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു കൺട്രീസ്. അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിലെ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് ആവശ്യത്തിനുള്ള എക്സ്പോഷർ കിട്ടാനും അതിൽ നിന്ന് കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട് നിലവിൽ. പക്ഷേ അതേസമയം ഒരാൾക്ക് പുറത്ത് പോയിട്ട് വലിയതായ ഇതിനേലും വലുതെന്നുള്ളത് പ്രതീക്ഷിച്ച് പോകണ്ട. പക്ഷേ അവർക്ക് കിട്ടാൻ പോകുന്ന കറൻസി ചേഞ്ച് കൊണ്ടുള്ള സാലറി ഹൈക്കിന് വേണ്ടിയാണെങ്കിൽ അതിനു വേണ്ടി പലരും പോകാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലയളവിൽ വളരെയധികം വളരുന്ന ഒരു സെക്ടർ തന്നെയാണ് ഇന്ത്യയിൽ പോലും ഈ ലോജിസ്റ്റിക്സ്. അതുകൊണ്ട് അതുപോലെ തന്നെയുള്ള വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് നോർത്ത് ഇന്ത്യയിലായാലും ശരി, ഈവൻ ഇൻ കർണാടക ആൻഡ് ഓൾ ദോസ് പ്ലേസസ് പല രീതിയിലുള്ള വെയർ ഹൗസിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ there is opportunity ഇവിടെ. ഇനി അതല്ല, പുറത്ത് പോകണമെങ്കിൽ they can go and have an exposure. അത്രേ പറയുള്ളൂ. അല്ലാതെ exposure is in par now, growing at least in par with the international levels. ഓക്കെ മാമിന് ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. മാം അതേപോലെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മാമിൻ്റെ ഒരു ടീച്ചിങ് കരിയറിൽ ചിലപ്പോൾ മാം നോട്ടീസ് ചെയ്തിരിക്കുന്ന ഒരു വ്യത്യാസമായിരിക്കും, കമ്പാരിറ്റീവ്ലി മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ റേഷ്യോ ആണ് കൂടുതൽ, പെൺകുട്ടികൾ വളരെ കുറവാണ് ഇൻഡസ്ട്രിയിലേക്ക്. ഒന്ന് അവയർനെസ് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഹാവ് യു ഫെൽറ്റ് ഈ ഒരു കരിയറിലുടനീളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഓൺലി ബിക്കോസ് യു ആർ എ വുമൺ ഇങ്ങനൊരു ലിമിറ്റേഷൻ എനിക്ക് വന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു ലിമിറ്റേഷൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഷിപ്പിങ്ങിൽ നിന്ന് വന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഗ്രോ ചെയ്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് ഒരിക്കലും ഇപ്പോഴത്തെ ഒരു ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല.
വെൻ വി സ്റ്റാർട്ടഡ് അവർ ഇൻഡസ്ട്രിയിൽ വളരെയധികം ലേഡീസ് കുറവായിരുന്നു. അതിന് പല റീസൺസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഷിപ്പിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഒരു ചാലഞ്ചായിട്ട് അതൊരു ലോജിസ്റ്റിക്സിൽ എനിക്കൊരിക്കലും, ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കരിയർ ബിഗിൻ ചെയ്യുന്നത് തന്നെ അന്നത്തെ ലോജിസ്റ്റിക്സിലാണ്. ശരിയാണ്, ഒരു മെയിൽ ഡോമിനേറ്റഡ് ഏരിയയിൽ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ഒരു വുമൺ ആയിക്കൊണ്ട് വെയർ ഹൗസിലേക്ക് കയറി ചെല്ലുമ്പം വി ഹാവ് ഫേസ് ലോട്ട് ഓഫ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കരിയർ ഗ്രോത്തിനെ ഹാം ചെയ്തതായിട്ട് എടുത്തിട്ടില്ല. അത് പല വെൻ വി ഹാഡ് അതർ ടീം മെമ്പേഴ്സ് ഹു ആർ മെൻ, അവർ ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. അതേസമയം ലേഡീസ് കുറവാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആസ് വെൻ വി ഗോ അപ്പ് ദ ലാഡർ, നമ്മൾ കയറി കരിയറിൽ പോകുമ്പോൾ പോലും ലേഡീസ് കുറവാണ്. പക്ഷെ സിനാരിയോ ഇന്ന് മാറി. ഇന്ന് വളരെയധികം പ്രോ ലേഡീസാണ്, വിമൻ ആണ്. ദർ ആർ ലോട്ട് ഓഫ് അതിൽ ലേഡീസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പോലും അതിന് വേണ്ടുന്നതായിട്ടുള്ള റെക്കമെൻഡേഷൻസും സപ്പോർട്ടും ഈ ഇൻഡസ്ട്രി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചാൽ ലേഡീസും വരണം. വിമൻ ഓൾസോ ഷുഡ് കം ഇൻ ടു ദ ഇൻഡസ്ട്രി ബിക്കോസ് ദിസ് ആക്ച്വലി വർക്ക്സ് ഓൺ ലോജിക്. And I always believe that we can do better way in logic, in developing the logic and having a better planning done, which can be more systematic. അതിനോട് ചോദിച്ചുകൊണ്ട് ഇരുന്നുള്ള ഡീറ്റെയിലിംഗ് വർക്ക്, അങ്ങനെയുള്ള വർക്കിൽ എപ്പോഴും വിമൻ ഹാവ് വെരി ഗുഡ് ടാലൻറ്റ് ടു ഡു ഇറ്റ്. സോ ഐ തിങ്ക് വിമൻ ഷുഡ് യൂസ് ദാറ്റ് ആൻഡ് കം ahead and plan logistics in such a way that will be more effective and optimize it to the fullest so that it will benefit the customer. Okay. Ma'am, one last question. ഇപ്പോൾ ഈ ഡിപ്ലോമ അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ടേം കോഴ്സസ് പഠിച്ചിട്ട് വേറൊരു കമ്പനിയിൽ പോയി ആദ്യമേ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തിട്ട് പിന്നെ സ്വന്തമായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് എത്രത്തോളം സപ്പോർട്ടിംഗ് ആണ് ഇപ്പോഴത്തെ ഒരു എൻവയൺമെൻറ്റ് എന്ന് പറയാൻ പറ്റും? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോജിസ്റ്റിക്സ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുകയാണ്, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് എല്ലാ ഡിഫറെൻറ്റ് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലും ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻറ്റിറ്റീസ് പലതുള്ളതും അവരും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പോളിസി കൊണ്ട് തന്നെ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ഇന്ന് ഒരു ഓൺട്രപ്രണർ ആകുക, MSMEയുടെ ഇനീഷ്യേറ്റീവ്സ് വേർ ദേ ആർ ഫേവറിങ് ലോട്ട് ഓഫ് ഈവൻ ദ ഫണ്ടിങ് ഇസ് ബീങ് ഡൺ. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വളരുന്നൊരു സമയമാണ്. ആൻഡ് ലോജിസ്റ്റിക്സ് ഇസ് എ സെക്ടർ, കാരണം ചെറിയ ഇൻഡസ്ട്രി പല രീതിയിൽ വാല്യൂ ആഡഡ് സർവീസസ് ടു ദ ലോജിസ്റ്റിക്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ വാല്യൂ ആഡഡ് സർവീസസിൽ പോലും നമുക്ക് ഫ്രൈറ്റ് ഫോർവേഡറായിട്ടാണെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്ത് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് കൊടുക്കുന്നവരായിട്ടായിരിക്കാം, പാലറ്റൈസേഷൻ ചെയ്യുന്നവർക്കായിരിക്കാം, ഔട്ട്സോഴ്സ് ചെയ്തെടുക്കുന്ന പല ഓപ്പർച്യൂണിറ്റീസും ഇന്ന് ഒരു ചെറിയ ഓൺട്രപ്രണർ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ദർ ഇസ് umpteen opportunities. That's where I said, if you have a good logic, how you can benefit the logistics industry, keep thinking and keep growing. This is my request for that. Okay. As a person who has been in the industry, ma'am, you would have seen പുതിയ talents joining in an organization. So ഒരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ പ്രോപ്പർ ലോജിസ്റ്റിക്സിൽ തന്നെ അല്ലെങ്കിൽ ഒരു MBA ചെയ്ത കാൻഡിഡേറ്റ്സിനെയാണോ, അതോ ഇങ്ങനത്തെ ഷോർട്ട് ടേം കോഴ്സസിലേക്ക് 1 year ഡിപ്ലോമ ചെയ്യുന്ന കാൻഡിഡേറ്റ്സും? ഡസ് ഇറ്റ് മാറ്റർ? ആ ഇയർ ഡ്യൂറേഷൻ മാറ്റർ ചെയ്യുമോ? ഇല്ല. എന്നോട് ചോദിച്ചാൽ ഇൻഡസ്ട്രി എന്നും നോക്കുന്നത് someone who would like to grow. That is, growth is not only in the perspective of a course. ഹൗ നമ്മൾ എങ്ങനെ ഓപ്പൺ ആയിട്ടൊരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു, ആ ചാലഞ്ചിന് പ്രോ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുന്നു. അപ്പം ആ ഒരു വേവ് ലെങ്ത്തിൽ ആർക്ക് വർക്ക് ചെയ്യാമെങ്കിലും ആ ആളിന് കരിയർ ഗ്രോത്ത് ഉണ്ട്. ആൻഡ് അബവ് ഓൾ ബിക്കമിങ് എ ടീം ലീഡർ. ഒരു ടീമിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ, ഒരു ചാലഞ്ച് വരുമ്പോഴത്തേക്കും അത് സോൾവ് ചെയ്യാനുള്ള ഒരു ടീമായിട്ട് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുക്കുന്നു. അങ്ങനെ കരിയർ ഗ്രോ ചെയ്യാം. സോ കോഴ്സോ ഞങ്ങളൊക്കെ വി ഡിഡ്ന്റ് ഡു എനി കോഴ്സ് ഇൻ ലോജിസ്റ്റിക്സ്, ബട്ട് we walked in after our studies. So ആ ഒരു അവസരത്തിൽ പോലും how did we grow? We grew because we changed with the times. അപ്പോൾ changing with the time, going ahead with the technological development, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം നമ്മൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ചെയ്യണമെങ്കിൽ വി ഷുഡ് ഓൾവേസ് ബി വില്ലിംഗ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ടൈം. ആ ടൈമിൽ എന്താണ് ഇന്നിപ്പോൾ AI കാലമാണ്. AI എന്താണ് ലോജിസ്റ്റിക്സിൽ കൊണ്ടുവരുന്നത്, അതെങ്ങനെയാണ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അതെല്ലാം മനസ്സിലാക്കാൻ പ്രൊആക്റ്റീവായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാകും, അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഗ്രോത്ത് ആകും. അപ്പം നമ്മൾ ആ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ളൊരു ഫോക്കസിൽ നിൽക്കുന്നിടത്തോളം എന്നും നമ്മുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകും. വിച്ച് മീൻസ് കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഗ്രോത്ത്. എക്സാക്ട്ലി, കണ്ടിന്യൂസ് ലേണിംഗ് ഷുഡ് ബി യുവർ ഹാബിറ്റ്. ഓക്കെ മാം. സോ താങ്ക് യു സോ മച്ച്. മാമിൻ്റെ ബിസി ആ ഒരു സ്കെഡ്യൂളിൽ നിന്ന് നമുക്ക് ഇത്രയും ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഐ എം ഷുവർ ദിസ് ടോക്ക് വുഡ് ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ എ കരിയർ ഇൻ ലോജിസ്റ്റിക്സ്. താങ്ക് യു സോ മച്ച്. Thank you very much, Mika, and all the very best to all the viewers who are watching this. Thank you.